അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ആർക്കാണ് RSSുമായി അടുത്ത ബന്ധം? അതാണ് കേരളം എന്ന് ചോദിക്കുന്ന ചോദ്യം. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്തോ വലിയ കാര്യം നടന്നു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ആർക്കാണ് RSS ബന്ധം? തലശ്ശേരി കലാപകാലത്ത് ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന സംഘപരിവാറുകളെ നേരിടാൻ RSSകാർക്കെതിരെ രംഗത്ത് വന്നത് ആരാണ്? അത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ? ആരാണ് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നത്? അത് KPCC പ്രസിഡന്റ് അല്ലേ? ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നമ്രശിരസ്കരായി നിന്നത് പ്രതിപക്ഷ നേതാവല്ലേ? ഹാഷിംപൂർ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് UPയിലെ കോൺഗ്രസിനും പോലീസും ഇപ്പോഴും പ്രതിക്കൂട്ടിലല്ലേ? ഒന്നാം സർസംഘചാലകം രണ്ടാം സർസംഘചാലകെന്നും ബാബറി മസ്ജിദിന്റെ കാലത്ത് വിളിച്ചത് അത് KK നായരെയും ഒപ്പം തന്നെ രാജീവ് ഗാന്ധിയെയുമല്ലേ? ഇങ്ങനെ RSSന്റെ കോൺഗ്രസ് ബന്ധം എടുത്തു കാട്ടിയാണ് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങളെ മുഖ്യമന്ത്രി നേരിടാൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനമായ ചോദ്യം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇവരിൽ ആർക്കാണ് നിങ്ങളുമായി അടുത്തടുപ്പം? ഡോക്ടർ അരുൺ, ഏതാണ്ട് 70കളുടെ പകുതി വരെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസും CPM-ഉം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളായി രാജ്യത്ത് നിലനിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആ രാഷ്ട്രീയ സാഹചര്യത്തിന് വലിയ മാറ്റമുണ്ടായി. RSSുമായി ആർക്കാണ് ബന്ധം, BJPയുമായി ആർക്കാണ് ബന്ധം, ജനസംഘവുമായി ആർക്കാണ് ബന്ധം എന്നെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കുകയും പ്രതിപക്ഷ നേതാവ് അതിനെ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത രാഷ്ട്രീയ സാഹചര്യം ഏതാണ് ഡോക്ടർ അരുൺ? നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ADGP ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രീമാൻ PV അൻവർ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചാനലുകളോട് പറഞ്ഞിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതിനെ തുടർന്ന് കേരളത്തിൽ ചർച്ച ഉയർന്നു വന്നിട്ടുള്ള സാഹചര്യം, ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്ന് ശ്രീ അൻവർ തന്നെ പറയുന്ന സാഹചര്യം, മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയായ ആളല്ലോ എന്ന് പറയുന്ന സാഹചര്യം. അപ്പൊ CPM-നെ വളരെ പ്രതിരോധത്തിലാക്കുകയും അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്ര MLA ആയി നിൽക്കുന്ന ശ്രീമാൻ PV അൻവറും അതുപോലെ തന്നെ ശ്രീ KT ജലീലും അടക്കമുള്ള ആളുകൾ അവർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ആശയപരവും അവരുടെ ഭരണപരവുമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെ അതിൽ നിന്ന് മാറ്റിവിടാൻ പ്രതിപക്ഷ നേതാവ് കുറച്ചൊന്നുമല്ല മുഖ്യമന്ത്രിയെ സഹായിച്ചിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അവർ എത്ര സുഹൃത്തുക്കളാണ്, എത്രയോ കാലങ്ങളായ സുഹൃത്തുക്കളാണ്. അവരുടെ രാഷ്ട്രീയം എന്താണ്? പാലക്കാടിനപ്പുറത്തേക്ക്, കാസർഗോഡിനപ്പുറത്തേക്ക്, കന്യാകുമാരി ഭാഗത്തേക്ക് കടന്നാൽ, കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് കടന്നാൽ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയം എന്താണ്? വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആളുകൾ ഡൽഹിയിൽ ചെന്നാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇവരുടെ ഇന്ത്യ മുന്നണിയിൽ കേരളത്തിന് പുറത്ത് കക്ഷികളാണ്. പക്ഷെ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, കോൺഗ്രസ് അല്ലേ ഇപ്പോൾ തെരുവിൽ രക്തം ചിന്തുന്നത്? കോൺഗ്രസ് അല്ലേ ഈ PV അൻവറിന്റെ വാക്കുകളിലെ തുടർന്നുണ്ടാവുന്ന വിവാദങ്ങളെ ഏറ്റുപിടിച്ച് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ സമരം കത്തിക്കുന്നത്? നിങ്ങളെ കാണാനില്ലല്ലോ ചിത്രത്തിൽ. യുവമോർച്ച 1-2 സ്ഥലങ്ങളിൽ മാത്രം പേരിന് വന്നു പോയി എന്നൊഴിച്ചു നിർത്തിയാൽ BJP ഇല്ലല്ലോ പ്രതിരോധത്തിന് തെരുവിൽ. അരുൺകുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാ പ്രതിരോധത്തിലായിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ സഹായിക്കുന്ന അവരുടെ തന്നെ സ്വതന്ത്ര MLA ആയിട്ടുള്ള ഒരാൾ ഒരു വിഷയം ഉയർത്തുന്നു. പാർട്ടിക്ക് അകത്തും പുറത്തും നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, അവരുടെ സംഘടനാപരമായ വിഷയങ്ങൾ, മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിന്റെ കണ്ടുകൊണ്ട് കയ്യും കെട്ടിയിരിക്കുന്നു BJP. നിങ്ങൾ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്. പ്രതിപക്ഷം അങ്ങനല്ല. അബിൻ വർക്കി തലക്കടിയേറ്റാണ് ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അവിടെ യൂത്ത് കോൺഗ്രസും KPCC നേതാക്കളുമെല്ലാം ഒന്നൊഴിയാതെ സമരത്തിന്റെ പാതയിലാണ്. BJPയെ കാണാനില്ല. ആഭ്യന്തരം പരാജയമാണ് എന്ന് ഇടതുപക്ഷത്തെ ഒരു MLA പറയുമ്പോൾ എന്തുകൊണ്ടാണ് BJP സമരരംഗത്തേക്ക് ഇറങ്ങാത്തത്? അതാണ് പ്രതിപക്ഷത്തിന് സംശയം കൂട്ടുന്നത്. കാരണം ഇതിന്റെ ഒരു ഭാഗത്ത് നിങ്ങളാണ്. കൂടിക്കാഴ്ചയ്ക്ക് വന്നത് RSSുമായിട്ടാണ്. അവിടെയാണ് അങ്ങനെ ഒരു പാലം തീർത്തിട്ടുണ്ടോ ADGP വഴി എന്ന ചോദ്യം ഉണ്ടാവുന്നത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ ഉയർത്തിയ വിഷയമല്ല അരുൺ ഉയർത്തുന്ന വിഷയം. യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ടുണ്ട്, നേരത്തെയും ചെയ്തിട്ടുണ്ടല്ലോ. യുവമോർച്ചയുടെ ഇന്നലത്തെ സമരം അങ്ങ് കണ്ടതല്ലേ? അപ്പൊ കേരളത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ അതിൽ പ്രതിപക്ഷ യുവജന സംഘടനകളാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും സമരരംഗത്ത് വരുന്നുണ്ട്. BJP എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ. ശബരിമല സമരം നടന്നപ്പോൾ കോൺഗ്രസ് ആരെങ്കിലും ശബരിമല സമരത്തിലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ വിഷയത്തിനനുസരിച്ച് സമരരംഗത്തേക്ക് വരുന്നതിന് സമയമോ സമയപരിധിയോ ഒന്നും പ്രത്യേകമായി നിശ്ചയിക്കപ്പെടുന്നതല്ല. അതവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തിൽ ആരാണ് PV അൻവറിന്റെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയെ സഹായിച്ചതാരാ? മുഖ്യമന്ത്രിയെ സഹായിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ഈ ഭരണപരമായിട്ടാണെങ്കിലും അത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും
പാർട്ടിക്കകത്ത് CPM-ൽ അപ്രമാദിത്വ സ്ഥാനം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ എന്ന് പറഞ്ഞ MLA കൈവിരൽ ചൂണ്ടിക്കൊണ്ടല്ലേ പറഞ്ഞതും വീട്ടിൽ നിന്ന് വന്നല്ലോ മുഖ്യമന്ത്രിയായത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അത്രയും ശക്തിമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരായി ഒരു MLA, ഒരു സ്വതന്ത്ര MLA കൈ ചൂണ്ടി പറയുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ മുഖ്യമന്ത്രിയെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം ആരെ ഏറ്റെടുത്തു? പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തോ? ഇല്ല, പകരം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തു. ആ പാർട്ടിക്കകത്ത്, ആ മുന്നണിക്കകത്തുള്ള CPI-യുടെ സ്റ്റാൻഡ് എന്താണ്? മുഖ്യമന്ത്രിക്കെതിരാണ്, PV അൻവറിനൊപ്പമാണ്. അല്ല, അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇന്നും KPCC പ്രസിഡന്റ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ശബരിനാഥൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ADGP എന്തിന് RSS നേതാവിനെ കണ്ടു, ഈ 3 കൂടിക്കാഴ്ചകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നതറിയണമെന്നുള്ളതാണ്. ഇത് PV അൻവർ പറഞ്ഞത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്. അതെങ്ങനെ വഴിതിരിച്ചുവിടലാവുന്നത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? അതല്ലേ അതിലെ രാഷ്ട്രീയം, അതാണ് അതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം. PV അൻവർ ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന വിഷയമല്ല. പ്രതിപക്ഷ നേതാവ് ഇതിനെ വഴിതിരിച്ചു വിടുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം, PV അൻവർ ഉയർത്തിയത് ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും MR അജിത് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും നടത്തുന്ന ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ജനവിരുദ്ധമായിട്ടുള്ള അഴിമതി പക്ഷെ അതിനേക്കാൾ തീവ്രവും അതിനേക്കാൾ രാഷ്ട്രീയമായ സ്ഫോടനാത്മകവുമാണ് ഈ ADGP RSS നേതാവിനെ കണ്ടതെന്ന് പ്രതിപക്ഷം കരുതുന്നു. CPI കരുതുന്നു. രാഷ്ട്രീയമുള്ളത് ഡോക്ടർ അരുൺ ഒന്ന് സൂചിപ്പിക്കൂ, അതിലെന്താ രാഷ്ട്രീയമുള്ളത്? RSS-ന്റെ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ, ഒരു ചുമതലക്കാരനെ ADGP കണ്ടാൽ എന്ത് രാഷ്ട്രീയമാണ് അതിലുള്ളത്? ഈ രാജ്യത്ത് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിലും ആ പാർട്ടികൾ ഇല്ലാതെയായപ്പോൾ അവിടുത്തെ പ്രവർത്തകരും ആളുകളുമെല്ലാം ആ പാർട്ടികൾ വിട്ട് വന്നിട്ടുള്ളത് RSS-ലേക്കും BJP-യിലേക്കുമാണെന്നേ. അത് CPM നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്, എത്രയോ കോൺഗ്രസ് MLA നേതാക്കളെ കാണാൻ പാടില്ലെന്നൊരു നിലപാടൊന്നും റിപ്പോർട്ടർ TVക്കില്ല. മാത്രവുമല്ല, ഈ മുതിർന്ന ഒരുപാട് നേതാക്കൾ RSS-നെ കാണാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് BJP-യുടെ സ്ഥാനാർത്ഥികളോ BJP-യുടെ അനുഭാവികളോ ഒക്കെ മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്രമസമാധാന ചുമതല ഉള്ള ഒരു ADGP RSS-ന്റെ നേതാവിനെ 1 അല്ല 2 അല്ല 3 തവണ ഒരു വർഷത്തിനിടയിൽ കാണുന്നു, 6 മാസത്തിനുള്ളിൽ കാണുന്നു. അതെന്തിനു വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ചോദിക്കും. അതിൽ അവരുടെ രാഷ്ട്രീയ ചോദ്യമല്ലേ? നമ്മളത് തള്ളിക്കളയണോ? ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ അരുൺ. ഇതേ MR അജിത് കുമാർ UDF-ന്റെ ഭരണകാലഘട്ടങ്ങളിൽ, ഇപ്പോൾ LDF-ന്റെ ഭരണകാലഘട്ടത്തിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്? ആരെല്ലാമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ രേഖകൾ പരിശോധിക്കണ്ടേ? RSS-മായി CPM-ഉം ഇടതുപക്ഷവും പിന്തുടരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസവും കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസവും രണ്ടും രണ്ടാണ്. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ, പ്രേക്ഷകർക്കും അറിയാം. Debate with Arun Kumar.